ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു അടിപൊളി ജെല്ലി പുഡിങ്ങിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു 300 ഗ്രാം ഗ്രേപ്സ് ആണ്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ജ്യൂസാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഗ്രേപ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം അതോടൊപ്പം തന്നെ 200 ml വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒഴിച്ചു കൊടുത്ത വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഈ വെള്ളം തിളച്ച് തുടങ്ങുമ്പോഴേക്കും സ്വാഭാവികമായും മുന്തിരിയൊക്കെ നല്ലതുപോലെ വെന്ത് അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ടാവും. ഈ അവസരത്തിൽ ഇതുപോലെ ഒരു സ്മാഷർ ഉപയോഗിച്ച് നമുക്ക് ഈ മുന്തിരിയെല്ലാം വെള്ളത്തിലേക്ക് നല്ലതുപോലെ ഉടച്ചു ചേർക്കാം. സ്മാഷർ തന്നെ വേണമെന്നില്ല, സ്പൂണായാലും മതി. അപ്പോൾ നമ്മളിവിടെ ആ ഒരു നമ്മുടെ മുന്തിരി ജ്യൂസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറി വരുമ്പോഴേക്കും നമുക്കിതൊരു അരിപ്പ ഉപയോഗിച്ച് ആ ഒരു ജ്യൂസ് മാത്രം പ്രത്യേകം അരിച്ചെടുക്കാം. അങ്ങനെ ഈ മുന്തിരി ജ്യൂസ് മുഴുവനായും അരിച്ചെടുത്തതിന് ശേഷമുള്ള ഇതിൻ്റെ കറക്റ്റ് അളവെന്ന് പറയുന്നത് 250 ml ആണ് കേട്ടോ. അപ്പോൾ ഇനി ഈ ജ്യൂസ് ഒരു വശത്തേക്ക് മാറ്റി വെച്ചിട്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യമായ കോൺഫ്ലോർ 70 ഗ്രാം കോൺഫ്ലോറാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 200 ml വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു പക്ഷേ കോൺഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായി നിങ്ങൾക്ക് മൈദ യൂസ് ചെയ്യാം. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഈ കോൺഫ്ലോർ മിക്സും റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതും ഒരു വശത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു പുഡിങ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ച ഗ്രേപ്പ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഈ ഗ്രേപ്പ് ജ്യൂസ് നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച കോൺഫ്ലോർ മിക്സ് ഒരിക്കൽ കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കോൺഫ്ലോർ മിക്സ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കട്ട പിടിക്കാനും അതുപോലെ തന്നെ അടുക്കി പിടിക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാൻ വേണം പുഡിങ് തയ്യാറാക്കാനായിട്ട് എടുക്കാൻ. അതാകുമ്പോൾ പരമാവധി നമുക്കിത് അടുക്കി പിടിക്കാതെ നല്ല രീതിയിൽ ചെയ്തെടുക്കാം. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഈ കോൺഫ്ലോർ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വളരെ പെട്ടെന്ന് നമുക്കത് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിലേക്കൊരു 100 ഗ്രാം പഞ്ചസാര ചേർത്തിളക്കാം. ഈ അവസരത്തിൽ പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പാത്രത്തിൻ്റെ ചൂട് മാത്രം മതിയാവും. പഞ്ചസാര വളരെ പെട്ടെന്ന് അലിഞ്ഞു കിട്ടും. അതുപോലെ തന്നെ കോൺഫ്ലോർ മിക്സ് കുറച്ചധികം കുറുകി കട്ടിയായിട്ടുണ്ടെങ്കിൽ അതൊരല്പം ലൂസാക്കി എടുക്കാനും നമ്മൾ ഈ സന്ദർഭത്തിൽ പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ്. ഇവിടെയാണെങ്കിൽ ഈ കോൺഫ്ലോർ മിക്സ് കുറച്ചധികം കുറുകി കട്ടിയായിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരല്പം ലൂസായിട്ട് നമുക്ക് വേണ്ട പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. അതായത് ഈ കാണുന്നത് പോലെ സ്പാച്ചുലയിലൊട്ടി ഒരുപാട് നേരം തങ്ങി നിന്നതിന് ശേഷം ഒഴുകി വീഴുന്ന ഈ ഒരു പരുവമാണ് നമ്മുടെ പുഡിങ്ങിന് ആവശ്യമായ പരുവം. അങ്ങനെ അത്രയും ഒന്നായി കഴിഞ്ഞാൽ ഇനി നമുക്ക് എണ്ണ തടവിയ ട്രേയിലേക്കോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്കോ ഇതൊന്ന് മാറ്റാം. ശേഷം സ്പാച്ചുല ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്തിട്ട് ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറി വരുമ്പോഴേക്കും ഒരു അടപ്പ് ഉപയോഗിച്ച് അടച്ച് ഫ്രീസറിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉദ്ദേശം 30 മിനിറ്റോളം വെച്ചതിന് ശേഷം ഉപയോഗിക്കാം. അതല്ല ഫ്രിഡ്ജിൽ തന്നെ ഡ്രോയറിൽ അല്ലെങ്കിൽ ഷെൽഫിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1-2 മണിക്കൂർ വെച്ചതിന് ശേഷം ഉപയോഗിക്കാം. ഇവിടെയാണെങ്കിൽ ഇതൊരു അരമണിക്കൂറോളം ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. സംഭവം കിടുവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയോളം ഉപയോഗിക്കാവുന്ന ഒരു കിടിലൻ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. നന്ദി, നമസ്കാരം.